കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ആ പുറത്തുള്ള കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അനുവാദം വാങ്ങിയിട്ട് ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. എല്ലാവരും വന്നോളൂ, പോന്നോളൂ, നേരെ പോരൂ. നമ്മളെ ഗോപുരവാതിലൊക്കെ കഴിഞ്ഞ് തുറന്ന് അതിലേ ഇങ്ങനെ പോയിരുന്നു. അങ്ങനെ പോകുന്നു. ആ ഫ്ലൈ ഓവറും അതൊക്കെ താണ്ടിയിട്ട് ഇങ്ങനെ എത്തുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ വാതിൽപ്പടി എത്തി. ആ വാതിലിൻ്റെ അവിടെ എത്തിയിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് കയറാം. അങ്ങനെ കയറുന്നോ കുറച്ചൊക്കെ തിരക്കുണ്ടല്ലോ, എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് കയറാം. അങ്ങനെ കയറുന്ന സമയത്ത് അപ്പോൾ നോക്കിയാൽ ശ്രീലകത്തെ ആ പ്രകാശം ഇങ്ങനെ കാണാട്ടോ. ആ പൊൻവിളക്കിൻ്റെ ആ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്കത് കാണാം. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ആ നാരായണീയം രചിച്ച മേൽപ്പത്തൂരിൻ്റെ അവിടെ ഇരുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ട് ഒന്ന് തൊഴാം, സ്മരിച്ച് തൊഴാം. അതേപോലെ വലതുവശത്ത് ഫസ്റ്റ് കാണുന്ന തൂണിൽ ആ നരസിംഹാവതാരത്തിൻ്റെ ആ കാണിച്ചു കൊടുത്ത അവിടെ ആ തൂണൊന്ന് നോക്കി തൊഴാം, വേണമെങ്കിലൊന്ന് തൊടാം. അങ്ങനെ ആ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോരുമ്പോൾ നേരെ നമുക്ക് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ കാണുന്നത്, ആ കണ്ണിലിങ്ങനെ കാണുന്നത്. ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ ജനാർദ്ദന വിഗ്രഹത്തിൽ ഇന്ന് അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത് നല്ലൊരു പൊന്നൂഞ്ഞാലിലാടുന്ന കണ്ണനാണ്. ഓടക്കുഴൽ അരയിൽ തിരുകിയിട്ടുണ്ട്. പൊന്നൂഞ്ഞാലാണ് എന്ന്. പൊന്നൂഞ്ഞാലിൻ്റെ മുകളിലിങ്ങനെ കാല് തൂക്കിയിട്ടിട്ട് ആടുകയാണ്. അപ്പോൾ അരയിലൊക്കെ ഇങ്ങനെ ഓടക്കുഴൽ വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആ പൊന്നു ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരിക്കുന്ന ആടുന്ന ആ തൂമന്ദഹാസത്തോടുകൂടി ഭക്തരെ എല്ലാവരെയും കാത്തു രക്ഷിക്കാനായിട്ട്, ഭക്തരെ കാണാനായിട്ട് നമ്മൾ അങ്ങോട്ട് കാണാൻ ചെല്ലുമ്പോൾ നമ്മളെ കാണാനായിട്ട്, ഭക്തരെ കാണാനായിട്ട് ആ ഗുരുവായൂരപ്പൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ കൊതിക്കുന്നുണ്ട്. ആ കൊതിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓരോ അവിടേക്ക് എത്താനുള്ള ആ ഒരു എന്താ പറയുക, നമ്മളെ പാദങ്ങൾക്ക് ശക്തി നൽകുന്നതും നമ്മൾക്ക് കരങ്ങൾക്ക് ശക്തി നൽകുന്നതും ഒക്കെ നാരായണാന്ന് ജപിക്കാനുള്ള, നാരായണനാമം ജപിക്കാൻ വേണ്ടിയിട്ട് ശക്തി നൽകുന്നതും ആ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നിരീച്ചാലല്ലാതെ നമുക്ക് അദ്ദേഹത്തെ കണ്ട് ദർശിക്കാനുള്ള ആ ഒരു മനോഹരമായ ഭാഗ്യം കിട്ടില്ല. അദ്ദേഹം നിരീച്ചാൽ മാത്രമേ അത് നടക്കൂ. അപ്പോൾ നമ്മളെ കാത്തിട്ടും ഇരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമ്മളെ മാത്രം കാത്തിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ ആ ഊഞ്ഞാലിൽ, സ്വർണത്തിൻ്റെ ഊഞ്ഞാലുമ്മിൽ, ഊഞ്ഞാപ്പടി സ്വർണത്തിൻ്റെയാണ്, അതുമ്മിലിങ്ങനെ ഇരിക്കുന്ന ആ കാൽത്തടകളിട്ട നല്ല പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുള്ള കസവ് പട്ടൊക്കെയാണ് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ആ മാങ്ങാമാല ഇട്ടിട്ടുണ്ട്, ഒരു വളയം പോലത്തെ മാല ഇട്ടിട്ടുണ്ട്, മയിൽപ്പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ആ കളഭം ചാർത്തിൽ മയിൽപ്പീലി നേരെ കാണാനുണ്ട്. അതേമാതിരി കിരീടമൊക്കെ വെച്ച് പൊന്നോടക്കുഴലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. പൊന്നോടക്കുഴലിങ്ങനെ തിരികെയാണ് അരയിൽ. അപ്പോൾ അതേമാതിരി ആ കിങ്ങിണി, അരയിൽ കിങ്ങിണി ചാർത്തിയ ബാലനാണ്. അപ്പോൾ അതിങ്ങനെ കാണാനുണ്ട്. അപ്പോൾ നന്നായിട്ട് നോക്കിക്കോളൂ. ആ തിരുമുടിമാലകളുണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ള തിരുമുടിമാലകൾ ഒരെണ്ണവും, താമരയും തുളസിയായിട്ടുള്ളൊരു തിരുമുടിമാല, അങ്ങനെ 2 മാല ഉണ്ട്. അതുപോലെ ആ നല്ലൊരു മാലകൾ വേറെയും ചാർത്തിയിട്ടുണ്ട്. മുകളിലാണെങ്കിൽ വിധാനമായിട്ട് 2-4 തുളസിമാലകൾ കാണാനുണ്ട്. അപ്പോൾ എല്ലാം കണ്ടിട്ട് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു വിഗ്രഹത്തിലുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെ, ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് ഇന്ന് തൊഴാം. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തിയാണ്. മേൽശാന്തി പുതുവന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരി. കളഭാലങ്കാരം ചെയ്തിട്ടുള്ളത് മുന്നൂലം ഭവോദിക്കനാണ്. അദ്ദേഹമാണ് അന്ന് കളവം കൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. നമ്മളെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും അവിടെ പങ്കുവെച്ചോളൂ. അങ്ങനെ കണ്ട് തൊഴുതോളൂ. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ ശ്രീകോവിലിൻ്റെ മുൻപിലാണ് എന്ന് മനസ്സാ സ്മരിച്ചാൽ നമ്മൾ അവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്മരിച്ച് കണ്ട് തൊഴുത് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചാൽ എല്ലാ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യവും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി കണ്ട് തൊഴുത് ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശ്രീകോവിലിൻ്റെ അവിടുന്ന് നാലമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ തിടപ്പള്ളിയൊക്കെ കണ്ട് അവിടുന്ന് അങ്ങനെ നേരെ പോരുമ്പോൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത്
ഇനി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം, വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. അവിടെ അതാ ഗോളകൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. തുമ്പിക്കൈയൊക്കെ നന്നായിട്ടുണ്ട്, ചാർത്തിയിട്ടുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ച് ഏത്തൊക്കെ ഇട്ടിട്ട് സരസ്വതി ദേവീനെ ആ ഫോട്ടോയിലേക്ക് നോക്കിയാൽ സരസ്വതി ദേവിയെ കാണാം. അവിടെ അതാ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്, വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പോരുമ്പോൾ ആ സൈഡിലുള്ള ഗണപതിനെയും കൂടി കണ്ട് തൊഴാം. അങ്ങനെ വന്ന് നേരെ ആ മേൽശാന്തിയുടെ അവിടെ മേൽശാന്തി ഇരിക്കണോ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് പോരാം. അങ്ങനെ പോരുമ്പോൾ അവിടെ ഒന്ന് നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. ആ ശ്രീകോവിലിൻ്റെ പിറകുവശത്തായിട്ട് എല്ലാവരും കാണിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ ചെയ്തോളൂ, എല്ലാവരും അവിടെ സാഷ്ടാംഗം നമസ്കരിച്ചോളൂ. മുൻപിൽ പറയാൻ കഴിയാത്തതൊക്കെ ബാക്കിൽ പറഞ്ഞാലും മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അനന്തപത്മനാഭസ്വാമീനെ കാണാം, കണ്ട് തൊഴാം. അവിടെ അതാ ആ തുളസിമാലകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കണു. അങ്ങനെ അവിടെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ പതുക്കെ അങ്ങനെ നടക്കുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. അത് കണ്ട് അങ്ങനെ തൊഴുത് നടക്കാം. അങ്ങനെ വരുമ്പോൾ മുരുകനെയും കൃഷ്ണനെയും ഒക്കെ വീണ്ടും കാണാം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വെറ്റിലമാല ഉണ്ട്, കുങ്കുമമുണ്ട്. അതൊക്കെ തൊട്ട് തൊഴുത് നേരെ നമുക്ക് അങ്ങനെ പോരാം. കോവിലിൻ്റെ അവിടേക്ക് എത്തിയിട്ട് ഓവിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്നും കൂടിയും പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് വേഗം അങ്ങോട്ട് ഇവിടേക്ക് നടക്കാം. മണിക്കിണറിൻ്റെ അവിടെ ചെന്നാലല്ലേ നമ്മളെ താമരക്കണ്ണനെ കാണാൻ പറ്റൂ. അങ്ങനെ ചെല്ലുമ്പോൾ ആ താമരക്കണ്ണനെ കണ്ടു തൊഴാം. കൽപ്പവൃക്ഷച്ചോട്ടിലിരിക്കുന്ന എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും എന്ത് തന്നെ നമ്മൾ ആഗ്രഹിച്ചാലും അദ്ദേഹത്തെ കണ്ട് നമ്മൾ ആഗ്രഹിച്ചാലും അതെല്ലാം നടത്തിത്തരുന്ന താമരക്കണ്ണനെ നോക്കി തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ ഇനി മണിക്കിണറിലെ അവിടേക്കൊക്കെ ഒന്ന് നോക്കി കണ്ണൻ്റെ നൃത്തം ചെയ്യുന്ന രൂപത്തെയൊക്കെ സ്മരിച്ച് നേരെ നമ്മൾ കെടാവിളക്ക് നോക്കി സ്മരിക്കുക. അവിടെ കണ്ണൻ വില്യമംഗലത്തിൽ കാണിച്ചു കൊടുത്തു, അതേപോലെ നമുക്കും കാണിച്ചു തരും എന്നുള്ള ആ വിശ്വാസത്തിൽ നമ്മൾ അവിടെയും തൊഴുത് ഇങ്ങനെ പോരുക. അങ്ങനെ പോരുന്ന സമയത്ത് നേരെ ആ കുറൂരമ്മയുടെ അവിടെയൊക്കെ തൊഴാം. അത് കഴിഞ്ഞ് വടക്കേ വശത്തു കൂടെ ഇങ്ങനെ പോരാം. വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിലൊക്കെ പോയി അതൊക്കെ വാങ്ങി. പായസമൊക്കെ വാങ്ങണമെങ്കിൽ അവിടെ ഒന്ന് വാങ്ങാട്ടോ, ഷീട്ടാക്കാം. പുറത്തുനിന്നാണ് പായസം കിട്ടുക, പാൽപ്പായസമൊക്കെ. അങ്ങനെ വന്ന് നേരെ ഇനി നമ്മൾ എടത്തരികത്തുകാവിലെ അമ്മയുടെ അടുത്തേക്ക് എത്താം. എടത്തരികത്തുകാവിലെ അമ്മയെ കണ്ട് തൊഴുത് നേരെ അങ്ങനെ ഭഗവതി നന്നായിട്ടുള്ള ആ ഒരു വേഷത്തിലാണ് ഇരിക്കുന്നത്. നല്ല ഗോളകയൊക്കെ ചാർത്തിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മമ്മിയൂരപ്പനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും കൂടി നമ്മൾ ആ പൊന്നൂഞ്ഞാലിരുന്ന് ആടുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒന്നും കൂടി കാണാം. അങ്ങനെ കണ്ട് നേരെ നമ്മൾ ആ കൂത്തമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ നോക്കി തൊഴുത് ഇനി നേരെ ആ അയ്യപ്പനെ കാണാം. അയ്യപ്പൻ്റെ അവിടെയും പോയിട്ട് കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അങ്ങനെ കണ്ട് തൊഴുതിട്ട് അയ്യപ്പൻ്റെ അവിടെ നിന്നും ഒന്ന് പ്രദക്ഷിണമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ പടിഞ്ഞാറ് നടയുടെ അവിടേക്ക് എത്തിയ വീണ്ടും കൊടിയൊക്കെ കാണാം. ദീപസ്തംഭമൊക്കെ കണ്ട് കൊടിമരമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ അവിടുന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യമൊക്കെ കണ്ടു, ഉച്ചപൂജയൊക്കെ കണ്ടു തൊഴുതു എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും എന്നെ ശ്രവിച്ച എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം കണ്ടു തൊഴുതു എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഷെയർ ചെയ്യൂ കേട്ടോ. കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഗുരുവായൂരത്തെ വിശേഷങ്ങളും മറ്റ് പല വിശേഷങ്ങളും അറിയാൻ കഴിയും. ഹരേ കൃഷ്ണ.